പറഞ്ഞ ഈ തന്തയില്ലാത്തവൻ. അങ്ങനെ പറ. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നുന്നു. തന്തക്ക് പറക്കാത്തവൻ മേയറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത്? കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ? ഇങ്ങനത്തെ ലെവലിലുള്ള നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. പറക്കാത്ത വർത്താനം തന്തയില്ലാത്തവന്മാരെന്ന് ഞാൻ പറയും. ഞാൻ വരക്കൊരു മടിയില്ല. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ കാര്യം പറയാം, അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും, തന്തൊക്കെ വിളിക്കും. നീ എല്ലാം കണ്ട കാര്യം പറയാം. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ഇരക്കുയിൽ എന്ന് പറഞ്ഞാൽ ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാണവന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്ത നേരിട്ട് എനിക്ക് കിട്ടിയില്ല. ഇവനെനിക്ക് നേരിട്ട് എനിക്ക് കിട്ടിയില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഓനെന്റെ കൈമ കിട്ടൂടാ, ഓനെന്റെ കൈമ ഒരു ദിവസം കിട്ടും. ഓന്റെ മോശം അടിക്കും. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചു കൂട്ടി കത്തിക്കും ഞാൻ. ഇത് ഇവര് ചെയ്യുന്നത് മോശം. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.